വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയുടെ 122 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ജുസ് പൂർത്തിയാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ബനി ഇസ്രായേൽ വീണ്ടും അള്ളാഹ് അടിക്കടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ട് എത്ര സ്ഥലത്താ ഇസ്രായേലിന് എന്ത് സ്നേഹത്തോടെയാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ബനി ഇസ്രായേൽ മക്കളെ അവരെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഒരു വശത്ത് സ്നേഹമുണ്ട്. കാരണം അമ്പിയാ മുർസലുകളുടെ പരമ്പരയാണ് യഥാർത്ഥത്തിൽ ലോക നേതൃത്വത്തിലേക്ക് വരേണ്ടിയിരുന്ന, അതായത് പ്രവാചക പാരമ്പര്യവും ഇസ്ലാമികമായ തൗഹീദിൻ്റെ വക്താക്കളും പ്രയോക്താക്കളും ഒക്കെ ആയിട്ട് മാറേണ്ട ഒരു സമുദായമായിരുന്നു അവർ. പക്ഷേ എന്ത് ചെയ്യാൻ, പിശാചിൻ്റെ വഴി പിഴപ്പിക്കലിന് വിധേയമായി അല്ല, അവരുടെ ധിക്കാരം മൂലം, അവരുടെ ഡംബ് അഹങ്കാരം, അവരുടെ സത്യനിഷേധാത്മക സമീപനം കാരണം അവരിങ്ങനെയൊക്കെ ആയി. യാ ബനി ഇസ്രായേൽ ദുക്റൂ, നിങ്ങൾ ഓർക്കുക, നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങളെ ലോക ജനത, അന്നി ഫദ്ദൽതുക്കും അലൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ സർവ്വലോകരിലും ശ്രേഷ്ഠരായ ഒരു സമുദായമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നിഅമത്തുകൾ തന്ന് അനുഗ്രഹിച്ചത് നിങ്ങൾ ഓർക്കുക. واتقوا يوما لا تجزي نفس عن نفس شيئا. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. ഒരുപക്ഷെ ഈ ഖുർആൻ ക്ലാസ് തുടങ്ങിയ ശേഷം നിരന്തരമായിട്ട് പലരും ഫോൺ കോൾ വഴിയും മെസ്സേജ് വഴിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണത്തിന് കൃത്യമായ ഒരു മറുപടി അള്ളാഹിൻ്റെ കലാം തരികയാണ്. എന്താണ് ആരോപണം എന്ന് ഞാൻ പറയാം ഈ ആയത്ത് ഓതി കഴിഞ്ഞിട്ട്. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക, ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ സൂക്ഷ്മതയോടെ ജീവിക്കുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരു നഫ്സിന്, ഒരാളെ ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത, ഒരു രീതിയിലും ഒന്നും സഹായിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം. വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ഷഫാഅ, ഒരാളുടെ ഷഫാഅത്ത് കബൂൽ ചെയ്യുകയും ചെയ്യാത്ത ദിവസം. യുഖ്ബലു പറഞ്ഞാൽ കബൂൽ ചെയ്യാറുള്ള മലയാളത്തിൽ നമ്മൾ പറയൂലേ, കബൂൽ ചെയ്യാത്ത, ഷഫാഅത്ത് കബൂൽ ചെയ്യാത്ത ഒരു ദിവസം. വലാഹും യുൻസറൂൻ, ആരിൽ നിന്നും ഒരു സഹായവും ലഭിക്കാത്ത, ആരുടെയും ശുപാർശ സ്വീകരിക്കാത്ത, ഒരാളെയും സഹായിക്കാൻ, ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ദിവസം. അപ്പോൾ യൗമുൽ ഖിയാമത്തിൽ ചില അമ്പിയാമർപ്പം ക്രൈസ്തവർക്കൊരു വാദമുണ്ട്, ഞങ്ങൾ ഈസാ നബിയുടെ ജീസസിൻ്റെ ആ ഒരു പിന്നിലാണ് നിരന്ന് ഞങ്ങൾ അങ്ങ് സ്വർഗത്തിൽ രക്ഷപ്പെടും. ജൂതന്മാർക്കൊരു വാദം, ഞങ്ങൾ ഇസ്രായേലിലാണ്, ഇസ്രായേൽ സമൂഹമാണ്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര, അല്ലെങ്കിൽ ആ ഒരു താവഴയിൽ ഞങ്ങളങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന ഒരു മൂഢധാരണ ഉണ്ട്. ഇതുപോലെ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അകത്ത് ചിലരെങ്കിലും, ചിലപക്ഷേ നിങ്ങൾ കേൾക്കുന്നവരും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി അങ്ങ് ശഫാഅത്ത് ചെയ്യും, എന്നിട്ട് നമ്മളങ്ങ് സ്വർഗത്തിൽ കയറിപ്പോകുന്നൊക്കെ ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലുള്ള ഒരു ധാരണയാണ്. അത് പറഞ്ഞതിൻ്റെ പേരിൽ കുറേ ആക്ഷേപങ്ങൾ, കുറേ മെസ്സേജുകളൊക്കെ നമ്മുടെ കമൻസിൽ ഒരുപാട് ആളുകളില്ല, കുറച്ച് ആളുകൾ അയച്ചിട്ടുണ്ട്, 2 ആളുകൾ ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ഖുർആൻ പറയുന്നത്, ഇത് എൻ്റെ അഭിപ്രായങ്ങളല്ല പ്രിയമുള്ളവർ. ഖുർആൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഒരാളുടെ എന്ന് പറഞ്ഞാൽ പിന്നെ നബിക്ക് പറ്റും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള സാങ്കത്യം എന്താണ്? തർക്ക വിഷയത്തിലേക്ക് പോവല്ല, നമ്മളങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ,
നമുക്ക് നല്ല കാര്യമല്ലേ. ഇല്ലെങ്കിലോ അത് നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം. അള്ളാഹ് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. പിന്നെ അള്ളാഹ് അവിടെ വെച്ചിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് നബിയോട് ശുപാർശ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഇസ് ഓക്കെ. അതല്ലാതെ അതിന് കൃത്യമായ ആയത്തുകളുടെ തെളിവ് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് ആയത്തിൻ്റെ തെളിവായിട്ട് ചിലർ പറയുന്ന ഒരു കാര്യം, അള്ളാഹു അനുവദിച്ചാൽ ഷഫാഅത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെ പിൻബലം അതിങ്ങനെ പിൻപറ്റിയിട്ടാണ് ഇങ്ങനെ ഒരു ഷഫാഅത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ 2-3 കാര്യങ്ങൾ ഇതുമായിട്ട് അനുബന്ധം കൂട്ടിച്ചേർത്ത് പറയാണ്. നമ്മളൊക്കെ ഒരു ധാരണ, നമ്മൾ ഈ നാട്ടിലൊക്കെ പിന്നെ പള്ളിയിലൊക്കെ ചെന്ന് ചിലപ്പം ചില മജ്‌ലിസുകളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ പൈസ കൊടുത്തിട്ട് ദുആ ഇരിക്കാൻ വേണ്ടി പറയും. പൈസ കൊടുത്തിട്ട് ദുആ ചെയ്യാൻ പറയും. ചിലരാട്ടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഖബറിടങ്ങളിൽ ചെന്ന് അവിടെ ഈ ഒരു 10 നമ്മൾ പറയും മൊയ്ലിയാരുട്ടികൾ എന്നൊക്കെ പറയും നമ്മൾ പള്ളിയിലെ പിന്നെ ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ചുറ്റുവട്ടത്ത് നിർത്തി 100 യാസീൻ ഓതുക, അല്ലെങ്കിൽ 1000 ഫാത്തിഹ ഓതുക. അവിടെ കുറ്റിയടിച്ച് രാവും പകലും ഭക്ഷണവും അവർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് ഇത് ചെയ്യാം. ഞാൻ ആലോചിക്കുന്നത് കുറച്ചുകൂടെ വലിയ പൈസക്കാരനായ ആളാണെങ്കിൽ ആ ഖബർസ്ഥാന് മുഴുവൻ ഉസ്താദുമാരെ അല്ലെങ്കിൽ ഇതുപോലെ മൊയ്ലിയാരെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു 10,000 ആൾക്കാരൊക്കെ വെച്ചിട്ട് വമ്പം പരിപാടി നടത്തായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ ബിദ്അത്തായ കാര്യങ്ങളാണ്. ബിദ്അഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക വിശാലത കാണിക്കണം. അതായത് നമ്മുടെ അമല് മാത്രമാണ് ആമനു ആമിലു സ്വല. നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹു നാളെ നമ്മുടെ സ്വർഗപ്രവേശത്തിന് നിദാനമായി, നാളെ നമ്മൾ സ്വർഗത്തിൽ പോണോ വേണ്ടേ എന്ന് അള്ളാഹ് തീരുമാനിക്കുന്നത് എൻ്റെ കർമ്മം കൊണ്ടാണ്. ഞാൻ പോകുന്നത് കേൾക്കുന്ന നിങ്ങളുടെ കർമ്മം കൊണ്ടാണ്. അപ്പോൾ ആ കർമ്മം ചെയ്യുക നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ഒരാൾ മരിച്ചു പോവാണ്, അയാൾക്ക് കോടികൾ ആസ്തിയുണ്ട്, ആയ കാലത്ത് അയാൾ ഒന്നും ചെയ്തില്ല, അയാളെ മക്കൾ ദാനശീലരാണ്. അയാൾ മരിച്ച ശേഷം അയാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാട്ടിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ, ഡയാലിസിസ് സെൻ്ററുകൾ ഇതൊക്കെ നടത്തിയെന്ന് വിചാരിക്കുക. സപ്പോസ് അതൊന്നും ഒരു കാര്യമില്ല. അയാൾ ജീവിച്ചിരിക്കുന്ന റൂഹ് വരുമ്പോൾ അല്ലേ, മലക്കുൽ മൗത്ത് വന്ന് ആ റൂഹ് എടുക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ഒപ്പിടാം, ഒരു 10 കോടി ദാനധർമ്മം ചെയ്യാം. പക്ഷേ നടക്കില്ല. അപ്പോൾ അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്തതിനാണ് നാളെ നമ്മൾ പരലോകത്ത് നമുക്കുണ്ടാവുക. അപ്പോൾ ആ ഒരു ബോധം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഇല്ല എന്ന് അടച്ച് പറയല്ല, ഷഫാഅത്ത് ഇല്ല എന്ന് പറയല്ല. അപ്പോൾ ഈ ആയത്തൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ പറയല്ല, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അള്ളാഹ് കൃത്യമായി ഒത്തക്കൂ, നിങ്ങൾ പേടിക്കുക. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. അവിടെ ഒരാളുടെയും ശുപാർശ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നബിമാർക്ക് അങ്ങനെ ഉണ്ട്, ഔലിയാക്കൾക്കുണ്ട്, ആരിഫ്യങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നതാണോ അതിൻ്റെ ശരി? നമ്മളത് കാത്തിരിക്കണം അതിനു വേണ്ടി. യുഖ്ബലു എന്നാണ് പറഞ്ഞത്, ഖബൂൽ ചെയ്യൂല, വല അല്ല എന്ന്. അതൊക്കെ അറബി ആർക്കും മനസ്സിലാവുന്നില്ല. ലാ യുഖ്ബലു വലാ യുഖ്ബലു, ഈ വല ചേർത്ത് ഇവിടെ പറയാ, തജ്രീ നഫ്സുൻ നഫ്സ്, ഒരാളും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഷഫാഅത്ത് ഇല്ല എന്നല്ല പറഞ്ഞത്. ഷഫാഅത്ത് വലിയ പ്രതീക്ഷയിലൊന്നും കാത്തിരിക്കേണ്ട, നമ്മൾ ആത്മാർത്ഥമായിട്ട് കർമ്മം ചെയ്തോളൂ എന്ന് തന്നെയാണ് ഈ ആയത്തിൻ്റെ പിൻബലത്തിൽ പറയുന്നത്. ഇത് നേരത്തെ ഒരു ആയത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഈ വിഷയം സൂചിപ്പിച്ചിരുന്നു. അടുത്ത ആയത്തിലേക്ക് പോകാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ആമലുകളിൽ മുന്നേറുക, അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശം കൊണ്ട് നമ്മുടെ ആമലിൽ മുന്നേറുക. وَإِذِ ابْتَلَى إِبْرَاهِيمَ رَبُّهُ بِكَلِمَاتٍ فَأَتَمَّهُنَّ قَالَ إِنِّي جَاعِلُكَ لِلنَّاسِ إِمَامًا قَالَ وَمِنْ ذُرِّيَّتِي قَالَ لَا يَنَالُ أَهْدِ الظَّالِمِينَ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരീക്ഷിച്ച സന്ദർഭം, ചില കലിമാത്ത്, ചില ഓർഡർ കൊടുത്തിട്ട്, ചില വാക്കുകളിലൂടെ അള്ളാഹു പരീക്ഷിച്ചു. മോനെ അറക്കാൻ പറഞ്ഞു, മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു, നാട് വിടാൻ പറഞ്ഞു, പലായനം ചെയ്യാൻ പറഞ്ഞു, ഫലസ്തീനിൽ പോകാൻ പറഞ്ഞു, ഈജിപ്തിൽ പോകാൻ പറഞ്ഞു, നാട് വിട്ട് യാത്ര ചെയ്യാൻ, ഒരുപാട് പരീക്ഷണങ്ങളുടെ മേലെ പരീക്ഷണങ്ങളെ കൊണ്ട് ഒരു പ്രവാചകനെ ഇത്രയധികം അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ടാകുമോ എന്നറിയില്ല. അത്രമേൽ ജീവിതത്തിൽ അള്ളാഹു പരീക്ഷിച്ച് എന്നിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തു ഖലീലുല്ലാഹ്.
മാലോകരിൽ ഉന്നതനാക്കി. എന്നിട്ട് പറയാ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, മാലോകർക്ക്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഞാൻ, ലിന്നാസ് മാൻകൈൻഡ്, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഞാൻ ഇതാ എന്നെ ഇമാമാക്കിയിരിക്കുന്നു. ഖാല വമിൻ ദുർരിയതി. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മനസ്സ് നോക്കണേ. അള്ളാഹ് പറയാണ്, അള്ളാഹു ആ പ്രവാചകനോട്, ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് പറയാ, നിന്നെ ഞാൻ ലോകത്തെ മുഴുവൻ ജനങ്ങൾ, നിന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ എൻ്റെ പരീക്ഷണങ്ങളിലെല്ലാം നീ 100 മാർക്കോടെ പാസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ലീഡറാക്കി, ഇമാമാക്കിയിരിക്കുന്നു. എന്നെ മാത്രം ലീഡറാക്കിയ പോരാ, എൻ്റെ മക്കളിൽ നിന്നും ലീഡേഴ്സിനെ ഉണ്ടാക്കണം. ആ ദുആയാണ് ഇബ്രാഹിമിലൂടെ താവഴിയായിട്ട് വന്നിട്ടുള്ള ഇസ്മായിൽ അലൈഹി സ്വലാമിലൂടെ, ഇസ്ഹാഖ് നബിയിലൂടെ, യക്കൂബ് നബിയിലൂടെ, യൂസുഫ് നബിയിലൂടെ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രവാചക പരമ്പരയെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൃഷ്ടിക്കുന്നത് അതിലാണ്. ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ. അക്രമികളായ ജനതക്ക് ആ പരിഗണന ഒന്നും അള്ളാഹ് കൊടുക്കൂല. എന്ന് വെച്ചാൽ അവരെ ലീഡറാക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അക്രമികളായ, എന്ന് വെച്ചാൽ അത് ആരെയാ സൂചിപ്പിച്ചത്? ഇത് ആരേക്കുള്ള മുനയാണ്, സൂചനാ മുനയാണ്. ഇസ്രായേലിൽപ്പെട്ട അക്രമികളായ ഇന്ന് നമ്മൾ കാണുന്ന ആ ജനത, മനുഷ്യൻ എന്ന് പറയാൻ പറ്റാത്ത വിധം മൃഗീയ സ്വഭാവമുള്ള, രക്തം ചിന്തുന്ന, മനുഷ്യ രക്തം കൊണ്ട് കഴുകുന്ന രക്തരക്ഷസുകളായിട്ടുള്ള ആ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പാരമ്പര്യത്തിലുള്ള ആ വിഭാഗത്തിന് ഹിദായത്ത്, ആ യാതൊരു രീതിയിലുള്ള ഹിദായത്തും ആ വാലിമീങ്ങൾക്ക് ഞാൻ കൊടുക്കൂല എന്ന് അവരുടെ അക്രമഫലമായിട്ടാണ്. എന്നിട്ട് വീണ്ടും وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا وَاتَّخِذُوا مِن مَّقَامِ إِبْرَاهِيمَ مُصَلًّى. പിന്നെ അതിനുശേഷം ആ വീടിനെ, കഅബയെ, ലോക ജനതകൾക്ക് നിർഭയത്വമുള്ള, വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, അവിടെ നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഇടമാക്കി മാറ്റി കഅബയെ, മക്ക ഷരീഫിനെ. وأعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. അതായത് ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം അലൈഹിസ്സലാമും പ്രാർത്ഥിച്ച ആ സങ്കേതത്തെ, ആ സ്ഥലം നമസ്കരിക്കാനുള്ള സ്ഥലമാക്കി, സുജൂദ് ചെയ്യാനും ഭജനമിരിക്കാനും. ആക്കിഫീന, നമ്മൾ ഇത്തികാഫ് എന്നൊക്കെ പറയലില്ല, നമ്മൾ ആക്കിഫീന എന്ന് വെച്ചാൽ ഹജ്ജിനും ഉംറക്കുള്ള വേദിയാക്കി, ലോകത്തെ ഏറ്റവും പുണ്യമായ വിശുദ്ധമായ പ്രാർത്ഥനാ സ്ഥലമാക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ, ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ ആ നാടിനെ അള്ളാഹു മാറ്റി എന്ന് പറയുമ്പോൾ അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. അള്ളാഹു ആലം, അള്ളാഹുവിൻ്റെ വിധിയാണ് അങ്ങനെ ആക്കാൻ. അങ്ങനെ ആക്കിയത് എത്ര നന്നായി. ഇന്നത്തെ ഫലസ്തീനിലെ ബൈത്തുൽ മഖ്ദിസ് തന്നെ ആയിരുന്നു ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രമെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു? മാഷാ അല്ലാഹ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. വഇദ് ഖാല ഇബ്രാഹീമു, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം പറയാം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇബ്രാഹിം. അങ്ങനെയൊക്കെ ആക്കി എന്ന ആ ഒരു സന്തോഷ വാർത്ത നേരത്തെ ഇബ്രാഹിം അലൈഹിസ്സലാമിന് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു, റിസ്ക് കൊടുക്കണേ. ഇന്നത്തെ അറബ് ലോകം കടപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്. അറബ് ലോകത്തിന് ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ വന്ന ആ ഒരു വലിയ മാറ്റം, ഒട്ടകത്തിൻ്റെ മെഡിറ്ററേനിയൻ കടൽ തീരത്തിലെ അപരിഷ്കൃതരായ അറബ് ലോകത്തെ ഇന്ന് കാണുന്ന വിധം ഏറ്റവും വലിയ ഔന്നിത്യത്തിൻ്റെ പടവുകളിലേക്ക് എത്തിച്ചത് ഇസ്മായിൽ അലൈഹിസ്സലാമിലൂടെ വന്ന ആ ഒരു തൗഹീദിൻ്റെ ദർശനമാണ്, ഇസ്ലാമാണ്. ഇന്നത്തെ അറബ് ലോകം എടുക്കുക, GCC കൺട്രീസ്, ഖത്തർ മുതൽ ഇങ്ങോട്ട് എല്ലാ രാജ്യങ്ങളുടെയും ഒരു വളർച്ച അതുണ്ടാകുന്നത് ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ദുആയാണ്, ഈ പ്രാർത്ഥനയാണ്.
അതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലെ മലയാളി മുസ്ലിങ്ങളും അല്ലാത്തവരും, മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടെ നിന്ന് ജോലി ചെയ്യുന്നവർ, അവരും മനസ്സിലാക്കേണ്ട കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനാ ഫലമാണ്. ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ അവരോടും പറയണം നമ്മളിത്. ഇന്ന് നിങ്ങൾ അറബ് ലോകത്ത് GCCയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അവനോട് പറയണം, സുഹൃത്തെ, ഈ ഈസ അലൈഹിസ്സലാമിൻ്റെ ഒക്കെ മുമ്പ് വന്ന അബ്രഹാം പ്രവാചകൻ അറിയോ? അബ്രഹാം പ്രവാചകൻ ഈ കഅബ ഉണ്ടാക്കിയ ശേഷം, കഅബ പടുത്തുയർത്തിയതല്ല, ഉണ്ടാക്കിയതല്ല, അതുള്ള സ്ഥലത്തുനിന്ന് പുനരുദ്ധാരണം നടത്തിയ ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഈ അഹ്ലിനെ, ഈ നാടിനെ സമ്പൽ സമൃദ്ധമാക്കണേ എന്ന്. അങ്ങനെ സമ്പൽ സമൃദ്ധമാക്കിയതിൻ്റെ കീഴിലാണ് ഞാനും നീയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് സഹോദരാന്ന് എന്ന് അവരോട് പറയേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ ഏറെ ആദരിക്കുന്നതാണ് അബ്രഹാം പ്രവാചകൻ, അവരുടെയും പ്രവാചകനാണ്. അഹ്ലുഹു മിനസ്സമറാതി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير. ഇവിടെ നല്ല രസകരമായൊരു സംസാരമായിട്ട് അവിടെ നടന്ന്, വർസുഖ് എൻ്റെ അഹ്ലിന്ന് ഈ നാട്ടുകാർക്കൊക്കെ നീ ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞു, പിന്നെ അതിൽ ചേർത്ത് മിമ്മിന സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി, അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ആഹാരമായി ധാരാളമായിട്ട് സമറാത്ത് നൽകണേന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന, ഒരു സാമുദായിക സ്നേഹത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നൽകണേ എന്നുള്ളൊരു വർത്താനം അവിടെ പറഞ്ഞു, അഹ്ലിനെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഖാല വമൻ കഫർ, ആരിനി നിഷേധിച്ചാലും മുശ്രിക്കുകൾക്കും കാഫിറുകൾക്കൊക്കെ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടും, അത് കൊടുക്കും. പക്ഷേ അവർ പിന്നെ എന്ത് ചെയ്യും? അവർ നരകശിക്ഷയിലേക്ക്, അവർ താവളമായിട്ട് നരകത്താവളത്തിലേക്ക് അവർ എത്തുകയും ചെയ്യും. എത്ര ചീത്ത താവളമാണ്, എത്ര ചീത്ത സങ്കേതമാണ് എന്ന് അള്ളാഹ് പറയും. അപ്പോൾ നേരത്തെ ഹിദായത്ത് കൊടുത്ത് ലീഡറാക്കണേ, ലീഡർഷിപ്പിൽ എത്തിക്കണേ പറഞ്ഞപ്പോൾ ഇല്ല, ലാലിമീങ്ങളെ ലീഡർഷിപ്പിൽ എത്തിക്കൂല, അവരെ ലോകത്ത് മാതൃകയായിട്ട് ഇമാമിങ്ങളാക്കി മാറ്റൂല എന്ന് അള്ളാഹു പറയുകയും, അതോടൊപ്പം തെറ്റ് ചെയ്യുന്ന ആളുകളും കാഫറുകൾക്കും ഒക്കെ അള്ളാഹു ഭക്ഷണം കൊടുക്കുക. ആ വിഷയത്തിൽ, റിസ്ക് കൊടുക്കുന്ന വിഷയത്തിൽ അള്ളാഹു ഒരിക്കലും ഈയൊരു വിവേചനം കാണിക്കുകയില്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തിരുത്താണ്. അപ്പം സൂര്യപ്രകാശം, വായു, വെള്ളം, വെളിച്ചം ഒക്കെ അള്ളാൻ്റെ ആണ്, അള്ളാഹ് തന്നെയാണ്. അത് ഇപ്പം ഒറ്റ കാര്യം മാത്രം പോരെ, ഈ ഭൂമിയിൽ വായു, ഓക്സിജൻ നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് അള്ളാഹ്ക്ക് തീരുമാനിച്ചവരൊക്കെ. ഒരു കാഫിർ ഇനി ശ്വസിക്കണ്ടെന്ന്, ലോകത്തെല്ലാ കാഫിറുകളും മരിച്ചില്ലേ, പക്ഷെ എന്തേ അള്ളാഹ് മരിപ്പിക്കാത്തത്? ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. ഈ ഒരു പരീക്ഷാ സന്ദർഭം, ഒരു ചെറിയ സമയം അവർക്ക് കൊടുത്തതാണ്. വല്ലവരും ഹിദായത്തിൻ്റെ വഴി തേടുന്നുണ്ടെങ്കിൽ തേടിക്കോട്ടെ എന്ന് കരുതി. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ. യർഫഉ, അപ്പോൾ ഈ റഫ എന്നുള്ള വാക്കാണ് കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ല എന്നുള്ളതിൻ്റെ ആധികാരികമായിട്ടുള്ള വാക്ക്. അപ്പോൾ ഉയർത്തി, പടുത്തുയർത്തി എന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായ തറയിൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ നേരത്തെ കഅബ ഷരീഫുണ്ട്, അവിടെ ഒരു പുണ്യസ്ഥലമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മുമ്പും അറബ് ലോകത്ത് ഏതെല്ലാമോ പ്രവാചകന്മാരുടെ വന്നിട്ടുണ്ടാവണം എന്ന അനുമാനമുണ്ട്. ഇനി അതല്ല ആണെങ്കിലും അല്ലെങ്കിലും അത് നമുക്കൊരു തർക്ക വിഷയമല്ല. ഇബ്രാഹിം അലൈഹിസ്സലാം അത് കഅബ ഷരീഫിൻ്റെ നിർമ്മാണം, ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൂട്ടി അതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടല്ലേ അത് ഉണ്ടാക്കിയത്. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന തഖബ്ബൽ മിന്ന, ഇത് സ്വീകരിക്കണേ അല്ലാഹ്. 4000 കൊല്ലെങ്കിലും പഴക്കമുണ്ടാവില്ല നമ്മുടെ കഅബ ഷരീഫ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 4000 വർഷം, 40 ജനറേഷൻ അല്ലേ, 40 നൂറ്റാണ്ട്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ് നീ, എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഇത് സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാം അറിയുന്നവനാണ്, സമയം കേൾക്കുക, അലിം അറിയുന്നവനാണ്. അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണേ അല്ലാഹ്. തീർന്നിട്ടില്ല, എന്നിട്ടും പ്രാർത്ഥിക്കുകയാണ്.
പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഈ ആയത്തുകളിലൂടെ. കാരണം ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനമായിട്ട് വഴികാട്ടിയായി ആ ഒരു കേന്ദ്രം കഅബ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷവും പ്രാർത്ഥനയുടെ അനിവാര്യത. അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം നിസ്കരിച്ച് കഴിഞ്ഞാലൊക്കെ അത് കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അത് കബൂൽ ചെയ്യാൻ, ഒരു സദഖ ചെയ്താൽ ആ സദഖ കബൂൽ ചെയ്യാൻ വേണ്ടി. അപ്പോഴാണ് നമ്മൾ ആ നീയത്തിലെത്തുക. എല്ലാ അമലുകളെയും പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തണം. ഒരു കാര്യം ചെയ്തു, അപ്പോൾ നമ്മൾ എന്ത് കാര്യം, ഇപ്പം പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് മിക്ക ആളുകളും. മുസ്ലിം സമുദായ സംഘടനയാണ് പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാർട്ടി, നിങ്ങളെ പാർട്ടി എന്ന് വിചാരിച്ചോളി. നിങ്ങളെ പാർട്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് അള്ളാഹു നിങ്ങൾക്ക് കബൂൽ ചെയ്യണം. പാർട്ടിയിൽ നിങ്ങളാളായ പോരാ, നിങ്ങളാ പാർട്ടിക്ക് അത് വിജയകരമായി തോന്നിയേക്കാം ആ പ്രവർത്തനം. പക്ഷേ പാർട്ടിയുടെ വിജയമല്ല അള്ളാഹ്ക്ക് വേണ്ടത്. അതുവഴി അള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കണം. നമ്മളെ അള്ളാഹുവിൻ്റെ അഹലുകാരിൽ, വിശുദ്ധ ഖുർആൻ്റെ അഹലുകാരിലായിട്ട് നമ്മളെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥന വീണ്ടും തുടരുക. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ. ഇബ്രാഹിം അലൈഹി സ്വലാം അതൊക്കെ പ്രാർത്ഥിക്കുന്ന അറബിയിലല്ല കേട്ടോ, ഹീബ്രു ഭാഷയിലാണ്. ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. അപ്പം ഒരു ഉദാഹരണം പറയാം. മലയാളിയായിട്ടുള്ള ഇസ്മായിൽ അലൈഹിസ്സലാം, അല്ലല്ല ഹിന്ദിക്കാരനായ ഒരു ഉത്തരേന്ത്യയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ വന്ന് താമസിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ കേരളത്തിലാണ് കഅബ ഉണ്ടാക്കുന്നത്, കോഴിക്കോടാണെന്ന് വിചാരിച്ചോളൂ ഫോർ എക്സാമ്പിൾ. അപ്പം ഉത്തരേന്ത്യയിൽ ഏതോ ഒരു സ്റ്റേറ്റിലുള്ള ഇബ്രാഹിം നബി, ഉദാഹരണമായിട്ട് പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇബ്രാഹിം നബി കോഴിക്കോട്ട് വന്ന് ഇവിടെ കോഴിക്കോട് ടൗണിൽ മനാജറ സ്ക്വയറിൽ കഅബ ഉണ്ടാക്കി. ഈ കഅബയെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോൾ ഏത് ഭാഷയിലായിരിക്കും? ഹിന്ദിയിലാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഹിന്ദിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദി അറിയുന്ന മോനാണ് ഇസ്മായിൽ നബി. പക്ഷേ ഇസ്മായിൽ നബി കല്യാണം കഴിച്ചതൊക്കെ കേരളത്തിൽ നിന്നാണ്, മലയാളി പെൺകുട്ടിയാണ്. അപ്പോൾ മലയാളി ഇവിടുത്തെ കേരളത്തിൽ നടന്നും ജീവിച്ചും ഒക്കെ ഇസ്മായിൽ നബിയെ മലയാളം അറിയാം. എന്ന് വെച്ചാൽ മലയാളിയുമാണ്, പകുതി ഹിന്ദിയാണ്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം മക്കയിൽ നിന്ന് വിവാഹം കഴിച്ചു. അറബ് കുടുംബത്തിലാണ്, അറബി സംസാരിക്കാനും അറിയാം. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാമിന് അത്ര അറബി ഭാഷയില്ല, എന്നാലാവട്ടെ ഹിബ്രു ഭാഷയിലാണ് ദുആ. ഇത് നമ്മൾ മനസ്സിലാക്കണം. റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ. അതാ ഞങ്ങളിരുവരും നിനക്ക് മുസ്ലിമാക്കണേന്ന്. മുസ്ലിം എന്നുള്ള വാക്കിനെ സമ്പൂർണ്ണമായിട്ടും ജീവിതം പടച്ച റബ്ബിലേക്ക് സമർപ്പിച്ച, പൂർണ്ണമായി സമർപ്പണം, ത്യാഗം ചെയ്തവരാക്കി ഞങ്ങളെ മാറ്റണേ. കഴിഞ്ഞിട്ടില്ല. ഇതിലേറ്റവും ഹൈലൈറ്റ് എവിടെ അറിയോ? ദുർരിയ്യതിന, ഞങ്ങളുടെ പിൻഗാമികൾ, ഞങ്ങളുടെ ഇനി വരാനുള്ള സമുദായങ്ങൾ, അതിലെ മക്കളെയും അങ്ങനെ ആക്കണേ. ഉമ്മതൻ മുസ്ലിമതൻ ലക്, ഒരു ഉമ്മത്താക്കണേ, ഒരു കീഴ്പ്പെടുന്ന ഒരു സമുദായമായിട്ട്. മുസ്ലിമതൻ ലക്, നിനക്ക് സമർപ്പിത ജീവിതം നയിക്കുന്ന ഒരു സമൂഹത്തെയും നീ ഇതിൻ്റെ പിന്നിൽ വരുത്തണേ. ഞങ്ങളുടെ വരിന മനാസിക്കന വതുബ് അലൈന. മനാസിക്കന എന്ന് പറഞ്ഞാൽ ആചാരങ്ങളും ചടങ്ങുകളും, എന്നോടെങ്ങനെ പ്രാർത്ഥിക്കണം എന്നതും ഒക്കെ നീ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് കാണിച്ചു തരണേ. വതുബ് അലൈന, ഒരു പ്രവാചകൻ, ഖലീലുള്ള എന്ന് വിളിച്ച പ്രവാചകൻ, അല്ലാഹു ഏറ്റവും കൂടുതൽ മാലോകർക്ക് ഔന്നിത്യ പദവി നൽകിയ പ്രവാചകൻ പ്രാർത്ഥിക്കുക, വതുബ് അലൈന, അല്ലാഹുവേ പുറത്തു തരണേ എന്ന്. നോക്കൂ, ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ എന്തിൻ്റെ പേരിലാണ്? എന്തെങ്കിലും ഒരു ദീനീ പ്രവർത്തനം ചെയ്തതിൻ്റെ, ഒരു സദഖ ചെയ്തതിൻ്റെയോ അല്ലെങ്കിൽ 2 സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെയോ കുറച്ച് പള്ളി പോയി നിസ്കരിച്ചതിൻ്റെ ഒക്കെ പേരിൽ നാളെ വെറുതെ അങ്ങ് ഈസി ആയിട്ട് സ്വർഗത്തിൽ പോകാമെന്നുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിലല്ലേ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്? ആ നബി വരെ പ്രാർത്ഥിക്കുക വതുബ് അലൈന. ഒരു ഹദീസിൻ്റെ റിവായത്തിൽ എത്രത്തോളം ശരിയെന്ന് അറിയില്ല, ഞാൻ കേട്ട ഒരു ഹദീസാണ്. അള്ളാൻ്റെ റസൂൽ ഒരു ദിവസം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹെങ്കിലും മിനിമം പറയുമായിരുന്നു അത്രേ. അള്ളാൻ്റെ റസൂലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നത് 100 വട്ടമാണ്. നമ്മളൊക്കെ നമ്മളെപ്പറ്റി എന്തൊക്കെ ഓവർ കോൺഫിഡൻസിലായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് പ്രവാചകന്മാരുടെ അത്രയൊന്നും നമുക്കാവാനാവില്ല. പക്ഷേ
അവർ വരെ തൗബ ചെയ്തുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനകളിൽ വരെയെങ്കിൽ നമ്മൾ എത്രത്തോളം തൗബ ചെയ്യണം. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ ഏറെ തൗബ സ്വീകരിക്കുന്നവനാണ്. തീർന്നില്ല പ്രാർത്ഥന, വീണ്ടും പ്രാർത്ഥിക്കുക തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ഒരു റസൂലിനെ തരണേ. ഏത്? മാഷാ അല്ലാഹ്, റഹ്മത്തുൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. പിന്നെ അതാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം. ഈ പ്രാർത്ഥന ഇത് ശരിക്കും ജൂതന്മാർക്കറിയാം, ക്രിസ്ത്യാനികൾക്കും അറിയാം, റസൂലിനെ തരണേന്ന്. അപ്പോൾ ആ റസൂലിൻ്റെ പ്രത്യേകത ഉണ്ട്. യത്ലു അലൈഹിം ആയാതിക്, നിൻ്റെ ആയാത്തുകളെ, നിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവരെ പഠിപ്പിക്കുക, അവരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, ഈ ജനതയെ സംസ്കരിക്കുകയും ഇവരെ ഹിക്മ, തത്വജ്ഞാനവും വേദവും ഒക്കെ പഠിപ്പിക്കുന്ന, അവരെ അറിവ് പഠിപ്പിക്കുന്ന, നിൻ്റെ ദൈവീകതയിലേക്ക്, അള്ളാഹുവിലേക്ക് നിൻ്റെ വഴി കാണിക്കുന്ന ഒരു റസൂലിനെ നീ ഈ നാട്ടിൽ നിയോഗിക്കണമേ. ആര്? 2 റസൂലാണ്, 2 പ്രവാചകന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലുക. ഒരു പ്രവാചകൻ ദുആ ചെയ്യുന്നു, മറ്റേ പ്രവാചകൻ ആമീൻ പറയുന്നു. ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇവിടെ ഒരു വേദനയോടെയുള്ള പ്രാർത്ഥനയാട്ടോ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. കാരണം ഇറാഖിൽ, ഫലസ്തീനിൽ നാട് മുഴുവൻ നടന്ന് തൗഹീദിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടും നിരാശനായി മരുഭൂമിയിൽ വന്നിട്ട് വല്ലാത്ത കൊടും നിരാശയിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. ഏത് വിഷയത്തിൽ? ഉമ്മത്തിൻ്റെ കാര്യത്തിൽ, ബനി ഇസ്രായേൽ തൻ്റെ മക്കളുടെ വിഷയത്തിൽ ഒക്കെ വലിയ നിരാശയിൽ. ആ നിരാശയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജനത നന്നാവൂല, അവർക്ക് പ്രബോധനം എന്ത് തന്നെ, ഇനി സൂര്യൻ താഴോട്ട് ഇറങ്ങി വന്നാൽ ഇവർ ഹിദായത്തിൻ്റെ വഴിയിലെത്തൂല എന്നുള്ള ഒരു തരം ആ കാര്യം ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇനി അറബ് ലോകമെങ്കിലും, ഈ നാടെങ്കിലും നന്നാവും, ഈ രാജ്യമെങ്കിലും നന്നാവും, ഈ ജനതയെങ്കിലും നന്നാവും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പ്രാർത്ഥന. റബ്ബന വബഅസ് ഫീഹിം, നിങ്ങളെങ്കിലും ശരിയാവും ഈ നാട്. അപ്പോൾ ഈ നാട്ട്, അതായത് അറബ് നാട്, ഈ നാട്ടിൽ അങ്ങനെ ഒരു തൗഹീദിൻ്റെ ഉദയമുണ്ടാകുമെന്ന ദീർഘദർശനമാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഇതിലൂടെ, പ്രാർത്ഥനയിലൂടെ നടത്തുന്നത്. എന്നിട്ട് പറയാ, വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ്, ആരെങ്കിലും ഈ മില്ലത്ത് വെറുക്കോ? സ്വയം വിഡ്ഢിയായവനല്ലാതെ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. അള്ളാഹു ഈ ദുനിയാവിലെ ഏറ്റവും മികച്ചവനായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തതാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ. അപ്പോൾ ഈ വഴി ആരെങ്കിലും വെറുക്കോ? ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ? അത്രയും വിഡ്ഢിയായിട്ടുള്ള ഒരാളല്ലാതെ. പരലോകത്ത് അദ്ദേഹം ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, ഏറ്റവും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലുമായിരിക്കുമെന്ന് അള്ളാഹു പറയാ. അപ്പോൾ ഈ മാർഗമാണ് ഈ ക്രൈസ്തവ ലോകവും ജൂതവംശവും ബനി ഇസ്രായേലും ഒക്കെ, ഇന്നത്തെ യൂറോപ്പ് മുഴുവൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രായേൽ അടക്കം എല്ലാവരും സ്വീകരിക്കേണ്ടിയിരുന്നത് ഇബ്രാഹിമിൻ്റെ മില്ലത്താ. പക്ഷേ അവർക്കതിന് സാധിച്ചില്ല. അവർക്ക് സാധിക്കില്ല എന്നുള്ള ബോധ്യം ഒരു പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാമിന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവണം. وَإِذْ قَالَ لَهُ رَبُّهُ أَسْلِمْ قَالَ أَسْلَمْتُ لِرَبِّ الْعَالَمِينَ. അസ്ലിം, നീ കീഴ്വണങ്ങുന്നവനാവുക, സമർപ്പിതനാവുക എന്ന് അള്ളാഹു പറഞ്ഞ സന്ദർഭം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ, ഞങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നാണ്. അത് അള്ളാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ പറയല്ല, അള്ളാഹ് അത് ജീവിച്ച് കാണിച്ചതാണ്. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബു യാ ബനിയ ഇന്നല്ലാഹ ഇസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബും ബനീഹി, മക്കളും, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മക്കളും യാക്കൂബും ഒക്കെ അവരുടെ മക്കളോടൊക്കെ ഉപദേശിച്ച ഒരു കാര്യം, യാ ബനിയ,
ഞങ്ങളുടെ പൊന്നാര മക്കളെ, ഇന്നല്ലാഹ ഇസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുത്ബയിലൊക്കെ ഇത് എപ്പോഴും ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരണപ്പെടുക. നമ്മൾ മുസ്ലിം ആവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടാർഗറ്റ്. നമ്മൾ ഇപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വലിയൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. നമ്മളൊരു കുടുംബത്തിൽ എപ്പോഴും നമ്മൾ മുസ്ലിം ആവുക എന്നുള്ളൊരു ടോപ്പിക്കുണ്ട്. നമ്മളൊക്കെ വിചാരം നമ്മളൊക്കെ മുസ്ലിം അല്ലേ. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു വിശ്വാസം ഞാനൊരു മുസ്ലിമാണെന്നാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ വിചാരം നിങ്ങളൊരു മുസ്ലിമാണെന്ന്. യഥാർത്ഥത്തിൽ നമ്മളൊരു മുസ്ലിം ആയിട്ടില്ല. നമ്മൾ മുസ്ലിം ആവുക എപ്പോഴാണെന്ന് വെച്ചാൽ അറിയോ, അത് അള്ളയാണ് തീരുമാനിക്കുക. അപ്പോൾ അത് നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മതം മാറി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയതുകൊണ്ടോ നമ്മൾ മുസ്ലിം ആവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മുസ്ലിമായിക്കൊണ്ട് മരിക്കുക, മുസ്ലിമായ അവസ്ഥയിൽ മരിക്കുക എന്നുള്ളത് അവരാണ് സ്വർഗാവകാശികൾ. അപ്പോൾ മുസ്ലിം ജീവിതത്തിൽ എല്ലാവരും തെറ്റ് ചെയ്യും. പ്രവാചകന്മാർ വരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെറ്റുകളും വീഴ്ചകളും പോരായ്മകളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ അതൊക്കെ തിരുത്തി അള്ളാഹുവിന് പൂർണ്ണമായിട്ട് സമർപ്പിതനായ ഒരു ജീവിതാവസ്ഥയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആയിരിക്കണം നമ്മുടെ മൗത്ത് പോകേണ്ടത്, മരിക്കേണ്ടത്. ഈ ജീവിതത്തിൽ ഏതുപോലെയാണെന്ന് അറിയോ? ഒരാളിപ്പോൾ ഒരു സിവിൽ സർവീസ് പരീക്ഷ എഴുതും. അപ്പം ഇന്ത്യയിലൊരു ഉന്നതമായ പരീക്ഷയാണ്, IAS ഒക്കെ ആവാൻ വേണ്ടി എഴുതുന്ന ഒരു പരീക്ഷയാണത്. അപ്പോൾ അതിങ്ങനെ എഴുതി റിപ്പീറ്റ് ചെയ്യുന്നു, പിന്നെ എഴുതുന്നു, അങ്ങനെ എഴുതി അവസാനം ലാസ്റ്റ് അത് കിട്ടാതെ മരിച്ചു പോരുത്, കിട്ടാതെ ഒരാൾ ഫെയിലായി പോരുത്. അയാൾ ആ ഒരു പ്രായം ഉണ്ടാവും, ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവും ഇത് എഴുതേണ്ട. ആ പ്രായത്തിന് മുമ്പ് ഇയാൾ എഴുതിയിട്ട് അത് പാസ്സാവണം. എന്ന് വെച്ചാൽ നമ്മൾ സിവിൽ സർവീസിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ. എന്നപോലെ നമ്മളിപ്പോൾ മുസ്ലിം ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാന്നേ പറയാവൂ. നമ്മളൊരു മുസ്ലിമാണെന്ന് ആരോടും പറയരുത്. മനസ്സിലായോ? അതായത് അതിൻ്റെ ടേം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളോട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിമാ? ഒരു ഹിന്ദു ചോദിക്കുക, കണ്ടപ്പോൾ നിങ്ങളെ ഡ്രസ് കോഡൊന്നും മനസ്സിലായില്ല. നിങ്ങൾ മുസ്ലിമാ? ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുവാ? അല്ലടാ, ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചു, ഈ ലോകത്ത് മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതോ, നിങ്ങൾ മുസ്ലിം അല്ലേ? അല്ല, അങ്ങനെയല്ല. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സട്ടാവായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പൂർണ്ണമായ അവസ്ഥയിലേക്ക് ഞാൻ എത്തണം. അങ്ങനെ എത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തി പരിശ്രമിച്ച് പൂർണ്ണമായ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ മാത്രമേ മുസ്ലിം എന്ന് അത് ആരാപ്പം തീരുമാനിക്കുക? നിങ്ങളെ സംഘടനാ നേതാക്കളാണോ, പാർട്ടിക്കാരാണോ? അല്ല, അത് അള്ളാഹുവാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അത് അള്ളാഹുവിന് മനസ്സിലാവുള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അയാളങ്ങനെ എന്ന് വെച്ചാൽ ഇതാണ് സത്യം. നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുക. അം കുന്തും ശുഹദാ. ഒരു കാര്യം വിട്ടുപോയി. ഈ മുസ്ലിം എന്നുള്ള വാക്കിന് ഏറ്റവും ഈ അറ്റത്തുള്ള ഒരു വശമുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മുസ്ലിമാണ്. എല്ലാ മനുഷ്യന്മാരും മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. ഈ ഭൂമിയിൽ സൂര്യനും ചന്ദ്രനും പ്രപഞ്ചം മുഴുവൻ മുസ്ലിമാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ മുസ്ലിമാണ്. പക്ഷേ ആ മുസ്ലിം എന്നതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ എത്തുന്നത് ഒരാളുടെ കർമ്മ മുഖേനയാണ്. പിന്നെ ചില ആളുകളുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഹിന്ദു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനെ ഹിന്ദുവായിട്ട് ജനിക്കുന്നു, ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഒരാൾ ക്രൈസ്തവനായിട്ട് ജീവിക്കുന്നു. മുസ്ലിമായിട്ട് ജനിച്ച കുടുംബത്തിലെ ഒരാൾ നാളെ സ്വർഗത്ത് പോകുന്ന ഉറപ്പ് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവൻ മുസ്ലിമായിട്ട് ജീവിക്കണം, മുസ്ലിമായ കർമ്മത്തിലേക്ക് അവൻ വരണം, ഇസ്ലാമിൻ്റെ കർമ്മം കൊണ്ടൊരു മുസൽമാനായിട്ട് വരണം. അപ്പോഴാണ് മുസ്ലിം ആവുക. അം കുന്തും ശുഹദാഅ ഇദാ ഹദറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. ഇവിടെ ഒരു ചോദ്യം, ഇത് ഇന്നത്തെ ഇസ്രായേലിനോടും കൂടിയുള്ള ചോദ്യമാണ്. അം കുന്തും ശുഹദ, നിങ്ങളവിടെ സാക്ഷികളായിരുന്നു, നിങ്ങളവിടെ ഹാജർ ഉണ്ടായിരുന്നു. യാക്കൂബൽ മൗത്ത്, യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ മരണസമയത്ത് നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ഈ കാര്യമൊക്കെ അവിടെ പറഞ്ഞത് യാക്കൂബ് അലൈഹി സ്വലാമും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമും ഇസ്മായിൽ അലൈഹി സ്വലാമും അവരുടെ പരമ്പരയിലുള്ള മക്കളോടും 12 മക്കളോടും ഒക്കെ പറയാൻ പറഞ്ഞതൊക്കെ ആകാശലോകങ്ങളുടെ സൃഷ്ടാവായ ഏകദൈവമായ പടച്ചറബിനോട് ആരാധിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന വിട്ടിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനെ തന്നെ ദൈവമാക്കിയ ക്രിസ്ത്യാനികളോടും വേദങ്ങളൊക്കെ വെട്ടിത്തിരുത്തി തോന്നിയ പോലെ ആക്കിയിട്ട് ധികാരികളായ ജനതയായി ലോകത്തെ അതിക്രൂരന്മാരായിട്ട് മാറിയ ബനി ഇസ്രായേലിനോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങളവിടെ ഹാജരുണ്ടായിരുന്നോ? ഇല്ല. അപ്പം നിങ്ങളുടെ പൂർവ്വപിതാക്കൾ പഠിപ്പിച്ചത് ഇതാണ്. മരണാസന്നനായിരിക്കുന്ന യാക്കൂബ് അലൈഹി സ്വലാമിൻ്റെ വസീയത്ത് നിങ്ങൾ കേട്ടിരുന്നോ എന്നാണ് ചോദ്യം. ലിബനിഹി, മക്കളോട് പറഞ്ഞു, മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ്.
ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെയും ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെയും എല്ലാം അവരൊക്കെ ഞങ്ങളുടെ പൂർവ്വപിതാക്കളൊക്കെ ഇലാഹായ റബ്ബിന് മാത്രമേ ഞങ്ങളും ഇബാദത്ത് ചെയ്യൂ എന്ന് ആര് പറഞ്ഞു? യാക്കൂബ് നബിയുടെ മക്കൾ 12 മക്കൾ യൂസുഫ് നബി അടക്കം അവർ പറഞ്ഞു, ഇലാഹം വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അവർ ഹീബ്രു ഭാഷക്കാരാണ്, അറബികളല്ല. അപ്പോൾ ഈ യാക്കൂബ് നബിയുടെ 12 മക്കൾ അടങ്ങുന്ന ഈജിപ്തിലെ സംഭവം നിങ്ങൾക്കറിയാം. ഈജിപ്തിലേക്ക് മിസ്രിലെ രാജാവായ യൂസുഫ് അലൈഹി വസ്സലാമിൻ്റെ ചരിത്ര കഥ, ആ ചരിത്രമൊക്കെ നമ്മൾ മറക്കരുത്. ആ 12 മക്കൾ പിന്നെ 12 കബീലയായിട്ട് മാറി, ഒരുപാട് ഗോത്രങ്ങളും മക്കളുമായിട്ട് അവർ മാറി. ആ ജനത മുഴുവൻ തൗഹീദിൽ ഉറച്ചു നിന്നവരായിരുന്നു എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബ്തും. ഒരു ഉമ്മത്ത്, അതാരാവട്ടെ, അത് കഴിഞ്ഞു പോയൊരു സമുദായം. ലഹാ മാ കസബത് വലക്കും മാ കസബ്തും, അവരെന്താണോ സമ്പാദിച്ചത് അത് അവർക്കുണ്ടാവും. അവർ മുസ്ലിമായിട്ട് ജീവിച്ച് അവർ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ അവർക്കുണ്ടാവുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങളെ തൗഹീദ് ഉൾക്കൊണ്ട് നിങ്ങളെ കാലത്ത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ജീവിക്കണം എന്ന് തന്നെയാണ്. ഇവരുടെ വാദങ്ങളൊക്കെ പൊളിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ഈ വാദങ്ങളുണ്ട്, ഞങ്ങളൊക്കെ മെല്ലയുടെ സ്വർഗത്ത് പോവും, ഞങ്ങൾ അവരുടെ പരമ്പര, ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ വലിയ സമൂഹത്തിൽ ഉന്നതന്മാരാന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ പൊളിച്ചെഴുതുകയാണ്. വലാ തസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങളോട് വലാ തസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങളോട് ചോദിക്കാനൊന്നും പോണില്ല. അവർ ഇനിയിപ്പോൾ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കട്ടെ അല്ലാതാവട്ടെ, അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കാനും പോണില്ല. അവർ പ്രവർത്തിച്ചതിൻ്റെ അതൊക്കെ അവർക്ക് കിട്ടും, നിങ്ങൾക്കൊന്നും കിട്ടൂല എന്ന്. വഖാലൂ കൂനൂ ഹൂദൻ ഔ നസാറാ തഹ്തദൂ ഖുൽ ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രിക്കീൻ. അവർ പറഞ്ഞു, ജൂതരോ ക്രിസ്ത്യാനികളോ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഹൂദൻ ഔ നസാറ, ഒന്നെങ്കിൽ നിങ്ങൾ ജൂതരായാൽ നിങ്ങൾ രക്ഷപ്പെടും. ജൂതന്മാർ പറയണത്. ക്രിസ്ത്യാനികൾ പറയണ നിങ്ങൾ ക്രിസ്ത്യാനികളായാൽ ഈ ദൈവത്തിൻ്റെ വഴിയിലെത്തി. കളിയാക്കല്ല കേട്ടോ, ഞാൻ പറയാം. അവരുടെ വാദം ഇന്നും അങ്ങനെ തന്നെ ഒരു വാദമുഖത്ത് അവരുണ്ട്. ഖുൽ, അവരോട് പറയാ, ബൽ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഹനീഫൻ ഋജുമാനസനായി ഏറ്റവും താഴ്മയുള്ളവനായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്താണോ? വമാ കാന മിനൽ, ഇബ്രാഹിം അലൈഹി സ്വലാം ഒരിക്കലും ഷിർക്ക് ചെയ്യുന്നവനായിരുന്നില്ല. ഷിർക്കല്ലേ അവർ ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ദൈവപുത്ര സങ്കല്പത്തിലൂടെ, അത് ഒരു പൈശാചികമായിട്ടുള്ള ചരിത്രപരമായിട്ട് പൈശാചികമായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണത്. ആ ഈസാ അലൈഹി സ്വലാമിനെ ഈസാ നബിയായിട്ട് അംഗീകരിച്ച് ഈസാ അലൈഹി സ്വലാമിനെ അയച്ച യഹോവയെ അഥവാ അള്ളാഹുവിനെ യഥാർത്ഥ ദൈവമായി അംഗീകരിച്ചിരുന്നെങ്കിൽ ക്രൈസ്തവ ലോകം രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അവരുടെ പുരോഹിത വർഗം അത് ഇസ്ലാമിക ലോകത്തുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഷിർക്കിലേക്ക് വഴിപിടിച്ച് നടത്തുന്ന ആളുകൾ, ഷിർക്കിലേക്ക് അള്ളാഹുവിന് ഇടയാളന്മാരെ സങ്കല്പിച്ചിട്ട് ഔലിയാക്കളെയും ആരിഫീങ്ങളെയൊക്കെ സുജൂദ് ചെയ്യാനും അവരുടെ ഖബറിടങ്ങളിൽ പോയിട്ട് സുജൂദ് ചെയ്തിട്ട് യഥാർത്ഥ തൗഹീദിൽ നിന്ന് വഴിതെറ്റിക്കുന്ന സമുദായ നേതൃത്വം, അതൊരു സംഘടനയെ വിമർശിക്കുകയല്ല. ചില പണ്ഡിതന്മാർ ചില നാടുകളിലൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യഹൂദന്മാരും നസ്രാനികളും അവർ പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഹിദായത്തിൽ എന്ന് അവർ പറയുകയും എന്നിട്ട് മില്ലത്ത് ഇബ്രാഹിം ഹനീഫനായിട്ട് മുശ്രിക്കീങ്ങളിൽ അല്ലാതെ പൂർണ്ണ മുസ്ലിമായി ജീവിച്ച ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മില്ലത്തിനെ പിന്തുടരാൻ നിങ്ങൾ തയ്യാറുണ്ടോ ക്രിസ്ത്യാനികളെ, ജൂതന്മാരെ എന്ന് വിശുദ്ധ ഖുർആൻ അവരോട് ചോദിക്കുകയാണ്. പിന്നെയും പറയാ, ഖൂലൂ, അവരോട് പറഞ്ഞേക്കുക, ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാതി വമാ ഊതിയ മൂസാ വഈസാ വമാ ഊതിയ النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഇതിലുണ്ട്. നിങ്ങൾ പറയാ കുലു, അവരോടൊക്കെ പറഞ്ഞേക്കുക,
ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ബില്ലാഹ് അല്ലാഹുവിലാണ്, വമാ ഉൻസില ഇലൈന ഞങ്ങൾക്ക് ഇറക്കിത്തന്നതിലേക്കാണ്, വമാ ഉൻസില ഇല ഞങ്ങൾക്ക് ഇറക്കിയെന്ന് പറഞ്ഞാൽ ഖുർആൻ വേദഗ്രന്ഥം, ഈ ഖുർആൻ നമ്മൾ ഓതുന്ന അള്ളാഹിൻ്റെ കലാം, ഇലൈന വമാ ഉൻസില ഞങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ മുമ്പ് ഇല ഇബ്രാഹീം ഇബ്രാഹീമിലേക്ക് ഇറക്കപ്പെട്ടതിലും, വ ഇസ്മായിൽ അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ടതിലും, വ ഇസ്ഹാഖിലേക്ക് ഇറക്കപ്പെട്ടതും അലൈഹിസ്സലാത്തു വസ്സലാം, വ യഖൂബ് വൽ അസ്ബാത്ത് അതിനുശേഷമുള്ള വമാ സമുദായങ്ങൾക്കും സമൂഹങ്ങൾക്കും ഇറക്കപ്പെട്ട അവർക്കൊക്കെ വഴികാട്ടി അവരുടെ സന്താന പരമ്പരയെ വഴി കാണിച്ച ആ വേദഗ്രന്ഥങ്ങൾ സബൂറും ഇഞ്ചീലും തൗറയും മാത്രമല്ല അതിന് മുമ്പ് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ വമാ ഊതിയ മൂസ വ ഈസ മൂസ അലൈഹി സ്വലാമിലും ഈസാ നബിയിലും, അപ്പോൾ അത് ജൂതന്മാരെയും ക്രിസ്തവ ലോകത്തെ ഇന്നത്തെ മോഡേൺ ജൂതന്മാരെയും മോഡേൺ ക്രിസ്ത്യാനികളെയും അഭിസംബോധന ചെയ്യുന്നു. അവരിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വമാ ഊതിയൻ നബിയ്യൂന മിർ റബ്ബിഹിം വമാ ഊതിയൻ നബിയ്യൂന മിർ റബ്ബിഹിം. ഞാനൊരിക്കൽ പത്തനംതിട്ടയിൽ ഒരു ക്രൈസ്തവ ചർച്ചിൽ എൻ്റെ സുഹൃത്ത് പോയി അങ്ങനെ പള്ളിയിൽ കയറിയപ്പോൾ ഞാൻ വല്ലാതെ എൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ചർച്ചിൽ കയറുകയാണ്. ചർച്ച് ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അങ്ങനെ. അപ്പോൾ ഒരു മുട്ടയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാനൊരു സൈഡിലൊരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ അങ്ങനെ ആലോചിച്ച് പോയി, പഠിച്ചവനെ എൻ്റെ നബിയല്ലേ, എൻ്റെ നബിയല്ല, എൻ്റെ മുഹമ്മദ് റസൂലുള്ളയോട് ഞാൻ എത്രത്തോളം ഇഷ്ടമുണ്ടോ അതുപോലെ ഞാൻ ഇഷ്ടപ്പെടേണ്ട എൻ്റെ നബിയല്ലേ ഈസാ അലൈഹി സ്വലാമിനെ ഒരു ദൈവമാക്കി കളഞ്ഞല്ലോ എന്ന ഒരു വേദനയോടെ ഞാൻ അവിടെ ഇരുന്ന് ഓർക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നബി തന്നെയാണ് ഈസാ അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാം ഒക്കെ നമ്മുടെ നബി. നമ്മൾ മൂസാ നബിയെയും ഈസാ നബിയെയും മുഹമ്മദ് നബിയെയും വെച്ചിട്ട് നമുക്ക് മനസ്സിൽ ഞങ്ങളുടെ നബി, നമുക്ക് സ്വാർത്ഥത ഉണ്ട്. എന്ത് കാര്യത്തിൽ? മുഹമ്മദ് നബി നമ്മുടെ നബിയാണ്, നമുക്ക് വഴി കാണിച്ചു തന്നതും ഖുർആൻ തന്നതും മുഹമ്മദ് നബിയാണ്, നമ്മൾ ജീവനേക്കാൾ വരെ സ്നേഹിക്കുന്നു ഒക്കെ ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും ഈസാ അലൈഹി സ്വലാമിനോട്, ഇബ്രാഹിം അലൈഹി സ്വലാമിനോട്, മൂസാ നബിയോട് ഇവരോടുള്ള സ്നേഹം നമ്മൾ കുറക്കാൻ പാടില്ല. ഏതുപോലെ നിങ്ങൾക്ക് 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഈ 5 മക്കളിൽ ചെറിയ മോനോട് നിങ്ങൾക്ക് കുറച്ചധികം ഇഷ്ടമുണ്ട്. കാരണം നല്ല സ്വഭാവമാണ്, എപ്പോഴും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന, നമ്മൾ പറയുന്നൊക്കെ അനുസരിക്കുന്ന ഒരു മോനാണ് എന്ന് കരുതി ബാക്കി മക്കളോട് നമ്മൾ എന്തെങ്കിലും വിവേചനം കാണിക്കാൻ പാടുണ്ടോ? എന്നതുപോലെ പ്രവാചകന്മാർ, ഇത് അള്ളാഹ് ഖുർആനിൽ പറയണത്, അത് ആമന റസൂൽ പിന്നെയും പറയുന്നുണ്ട്, ഇവിടെ എപ്പോഴും പറയുന്നത് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അതിലൊരാൾക്കും ഒരാളെക്കാളും ഒരു രീതിയിലുള്ള വിവേചനം, നഫരിഖ് വിവേചനം നമ്മൾ കാണിക്കുന്നവരല്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളെല്ലാവരും മുസ്ലിങ്ങളാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവരാണ്. ആര്? ഞങ്ങളെല്ലാവരും ഈ പ്രവാചകന്മാരും ഞാനും അതിൽ പെട്ടു എന്ന് നബിയോട് ലോകത്തോട് പറയാൻ പറയുന്നു. നമ്മളും അത് ലോകത്തോട് പറയാ. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ് വല്ലാഹു സമീഉൽ അലീം. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും, നിങ്ങൾ വിശ്വസിച്ച പോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ നിർവഴിയിലാകുമായിരുന്നു. നമ്മൾ വിശ്വസിച്ച പോലെ പറഞ്ഞാൽ തൗഹീദ് ഉൾക്കൊണ്ട് വിശ്വസിച്ചവരാണെങ്കിൽ അവർ നിർവഴിയിലാകുമായിരുന്നു. അപ്പോൾ ഫഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ എതിർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഷക്കും അവരുടെ ദുസ്സംശയങ്ങളും അവരുടെ പിന്നെ ഒരു തരത്തിലുള്ള എതിർപ്പ് കാരണമാണ് അവരെന്താ ചെയ്തിട്ടുള്ളത്, അവർ പിന്മാറിയത്. ഏത്? തൗഹീദിൻ്റെ പാതയിൽ നിന്ന്. ഏത് എതിർപ്പ്? ഞാൻ മുമ്പൊക്കെ പറഞ്ഞില്ലേ, ഇസ്രായേൽ ഇന്നും ഒരു നികൃഷ്ട വിഭാഗമായിട്ട് അറബ് ലോകത്തെ കാണുന്നുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് അവർക്ക് അന്നുണ്ട്. ഒരു അന്ധമായ കൃത്യമായ വർഗീയത, തീവ്രവാദം അവർക്കുണ്ട്. ലോകത്തൊരു തീവ്രവാദത്തിനൊരു ഉദാഹരണം അത് മുസ്ലിങ്ങളൊന്നുമല്ല, അതൊക്കെ അവരുണ്ടാക്കുന്ന ചാപ്പയാണ്. ഒരു മുസ്ലിമിനെ എപ്പോഴാണ് തീവ്രവാദിയാവാൻ കഴിയുക? ലോകത്തെ മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന്, ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളാണെന്ന്, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്ന, അതൊക്കെ വെറുതെ പറയല്ല. അത് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു മുസ്ലിമിന് ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല. സ്നേഹത്തോടെ അല്ലാതെ അവനെ ഒരിക്കലും ഒരു മനുഷ്യനെ, അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാവട്ടെ പുറത്തുള്ളവരാവട്ടെ, അങ്ങനെ കഴിയൂല. യഥാർത്ഥ ഇസ്ലാം അത് ഖുർആൻ മനസ്സിലാക്കിയ ഒരു യഥാർത്ഥ മുഅ്മിന് ഒരിക്കലും അത് സാധിക്കൂല.
അപ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം ഇന്ന് ലോകത്ത് കാണുന്ന ഈ ജൂതവംശത്തിൻ്റെ ഇവരുടെ അതിക്രൂരത ലോകത്തിന് മുഴുവൻ ഇപ്പം പഠിച്ചു കഴിഞ്ഞാലോ, ലോകം മുഴുവൻ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വഹുവ സമീഉൽ അലീം. അപ്പോൾ അവരങ്ങനെ എതിർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ, അവരുടെ ഈ ഷിക്കാക്ക്, അവരുടെ എതിർപ്പ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈ വർഗീയ സ്വഭാവം കാരണമാണ്. അതുകൊണ്ടാണ് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ദുരഭിമാനം അവർക്കുണ്ടായിട്ടുള്ള വിഷയം അതാണ്. അല്ലാതെ അവർക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ പിൻപറ്റാൻ അവർക്ക് വൈമനസ്യമുണ്ടായത് ദുനിയാവിയായ സ്വാർത്ഥമായ ആഗ്രഹങ്ങൾ, സ്വാർത്ഥം അവരുടെ ഹവയിലുള്ള സ്വന്തം തോന്നലുകളിലും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമായത് കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വർണ്ണം, അള്ളാഹു വർണ്ണം നൽകാൻ എത്ര നന്നായി വർണ്ണം നൽകുന്നവനാണ് അള്ളാഹ്, എത്ര നന്നായി. അപ്പോൾ വർണ്ണം നൽകുക പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ഒരു കളർ, നമ്മളൊരു കളറ് സാധാരണ നമ്മൾ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന, അപ്പം ഗ്രീൻ സിഗ്നൽ ഉണ്ടല്ലോ നമ്മുടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ജംഗ്ഷനുകളിൽ വണ്ടി എത്തുമ്പോൾ അവിടെ ഗ്രീൻ സിഗ്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകും, റെഡ് ആകുമ്പോൾ വണ്ടി നിർത്തും. കളറുകൾ എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാനാണ്. അപ്പോൾ അള്ളാഹു കളറ് കൊടുത്തിട്ടുണ്ട്, ഓരോന്നിനും കൃത്യമായി കളർ ചെയ്ത് കഴിഞ്ഞു. മുശ്രിക്കാരാണ്, കാഫിറാരാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വിവേചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയിലെല്ലാം ഈ പ്രകൃതിയെ തന്നെ കളർ അണിയിച്ചവനാണ് അള്ളാഹു. അതുപോലെ സമുദായങ്ങളെയും സമൂഹങ്ങളെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ തിരിച്ചറിയാൻ നല്ല കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കളർ മേലെ കളർഫുള്ളായിട്ട് ഈ കാഫിരീങ്ങളുടെയും മുശ്രിക്കുകളുടെയും കഥ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വനഹ്നു ലഹു ആബിദൂൻ, ഞങ്ങൾ ആബിദീൻകളാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയിൽ വഴിപ്പെടേണ്ടവരാണ് എന്ന് അവരോട് ചേർത്ത് പറയുക. നമ്മളോട് പറയാൻ തന്നെ പറയും, നമ്മളോട് പറഞ്ഞ നബിയോട്, ക്രൈസ്തവ ജൂത ലോകത്തോട്, പ്ലസ് നമ്മളോട്, ഇന്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഈ ലോകത്തോട് പറയാൻ തന്നെയാണ് പറയുന്നത്. ഖുൽ അതുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുകും വലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ. ഖുൽ അതുഹാജ്ജൂനാ ഫില്ലാഹി തുഹാജ്ജൂനനാ ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും. അള്ളാഹുവിൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു വിവേചന സ്വഭാവം, ഞങ്ങളുടെ റബ്ബും നിങ്ങളുടെ റബ്ബും ഒക്കെ ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെയും നിങ്ങളുടെയും നാഥനാണ്. അതുകൊണ്ട് വലന അമാലുന വലക്കും, ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തന ഫലം ഞങ്ങൾക്കുണ്ട്, അതുപോലെ നിങ്ങൾ പ്രവർത്തിക്ക്, നിങ്ങൾക്കുണ്ടാവും. വലക്കും അമാലുക്കും വനഹ്നു ലഹു മുഖ്ലിസൂൻ, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് മില്ലത്ത് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ പിന്തുടരുന്നവരാണ് എന്ന് അവരോട് പറഞ്ഞേക്കുക. അം തഖൂലൂന ഇന്ന ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത കാനൂ ഹൂദൻ ഔ നസാറാ قل أأنتم أعلم أم الله ومن أظلم ممن كتم شهادة عنده من الله وما الله بغافل عما تعملون. തഖൂലൂൻ, അവർ പറയുന്ന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബും അവരുടെ സന്താന പരമ്പരയൊക്കെ ക്രൈസ്തവനോ അല്ലെങ്കിൽ ജൂതനോ ആണ് എന്നാണ് അവർ പറയുന്നത് എങ്കിൽ അവരോട് ചോദിക്കുക, കുൽ അൻതും അഅലമു അമില്ല. അല്ലാഹു, ഈ ജൂതൻ എന്നതും ക്രിസ്ത്യൻ എന്ന പദവും യഥാർത്ഥത്തിൽ ഒരു വംശത്തെക്കാൾ ഒരു ഐഡിയോളജിയാണ് കേട്ടോ പറയുന്നത്. അതായത് ജൂതനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേദഗ്രന്ഥങ്ങളെ വഴിതെറ്റിച്ച് അവരുടെ പ്രവാചകന്മാരെ അന്യായമായിട്ട് കൊല ചെയ്ത്, എന്നുവെച്ചാൽ അവരുടെ ആശയാദർശങ്ങളെ ഇല്ലായ്മ ചെയ്ത് സ്വന്തം തോന്നലുകൾക്കനുസരിച്ച് ദൈവിക നിയമങ്ങളെ മാറ്റി തിരുത്തി ധിക്കാരികളായി ഇന്നും ചോര കൊണ്ട് രക്തം കൊണ്ട് കൈ കഴുകിയ കറപുരണ്ട ജൂതവംശവും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ പടച്ചറബിൻ്റെ നബിയായി ലോകത്ത് വന്ന 33 വർഷങ്ങാനും ജീവിച്ചിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രായത്തിൽ തന്നെ അള്ളാഹു അങ്ങോട്ട് ഉയർത്തിയ ആ നബിയെ വ്യത്യസ്തമായ കള്ളക്കഥകളുണ്ടാക്കി, കുരിശിലടിച്ചു എന്ന കള്ളക്കഥയുണ്ടാക്കി, അതിനുശേഷം ആ നബിയെ
ദൈവമാക്കി, ദൈവപുത്രനാക്കി, ആ ഏകദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വന്ന പ്രവാചകനെ ദൈവമാക്കി, അങ്ങനെ ഷിർക്കുകാരായി അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നൊരവസ്ഥയിൽ എത്തിച്ച അവരുടെ മുൻഗാമികളല്ല ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന കാര്യമാണ്. വമൻ അളലമു മിമ്മൻ കതമ ഷഹാദതൻ ഇൻദഹു മിനല്ലാഹ്. നിങ്ങൾ പറയുന്ന സാക്ഷ്യത്തിന് തെളിവായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഈ പറയുന്ന കാര്യത്തിന്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു കൃത്യമായി അറിയുന്നവനാണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. ഓരോ ഉമ്മത്തിനും അവർ പ്രവർത്തിച്ചതുണ്ടാവും. ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിൽ അലൈഹിസ്സലാമും ആ കാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരും അവരുടെ പിൻഗാമികളൊക്കെ പ്രവർത്തിച്ചത് അവർക്കുണ്ടാവും. ലഹാ മാ കസബത്ത്, അതുപോലെ വലക്കും മാ കസബത്ത്, നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുക ചെയ്യും. ഇന്ന് ആരൊക്കെ ലോകത്ത് അവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തിക്കുന്ന അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. വലാ തസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനെ പറ്റിയൊന്നും നിങ്ങളോടാരും ചോദിക്കൂല എന്ന് പറഞ്ഞ് ഈ ക്രൈസ്തവ അതുപോലെ തന്നെ ജൂത, അത് യഥാർത്ഥ ദീനിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിച്ച ലലാലത്തിൽ പോയ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായിട്ടുള്ള ജൂതവംശത്തോടും, അതായത് ബനി ഇസ്രായേലിനോടും അത് വഴിതെറ്റി വലല്ലാലീനായിട്ടുള്ള വഴിതെറ്റിയ ക്രൈസ്തവ ലോകത്തോടും വളരെ കൃത്യമായി തൗഹീദിൻ്റെ ആ ആശയങ്ങൾ പാലിച്ച് തൗഹീദ് ഉൾക്കൊണ്ട് ജീവിച്ച പൂർവ്വപ്രവാചകന്മാരുടെ വഴിയിൽ നിന്ന് നിങ്ങളാണ് മാറിപ്പോയത് എന്ന് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് ഈ ജുസ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ജുസയിലാണ് ബാക്കി ആയത്തുകൾ 142 മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.